കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. രഹബോത്ത് മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന പ്രിയമുള്ളവരെ ഓർക്കുന്നു. കർത്താവ് ഈ പ്രവർത്തനത്തെ വിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സമയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെലവഴിപ്പാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. ഒത്തിരി വചനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ഇന്നും ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചന പങ്കുവെക്കലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായ റോമാലേഖനം 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഓണാക്കി വെക്കാൻ കഴിയുന്നവരെല്ലാം നിങ്ങൾ വീഡിയോ ഓണാക്കി വെക്കുക. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനം 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രാപിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. മതി. സ്തോത്രം. നമുക്കെല്ലാം വളരെ സുപരിചിതമായ 1-2 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിപ്പാനിടയായി തീർന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. ഇന്ന് അല്പസമയത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് ഞാൻ അടർത്തിയെടുക്കുകയാണ്. ദൈവീക വാഗ്ദത്തം. എന്താണ് വാഗ്ദത്തം? നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ ദൈവവചനം ശ്രദ്ധിക്കണം. സ്തോത്രം. ഇന്ന് പകൽവേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച ഒരു ദൈവവചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വേളയിൽ നമ്മെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇവിടെ വാഗ്ദത്തം ചെയ്തവൻ അത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. വാഗ്ദത്തം എന്ന് കേൾക്കാത്തവർ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരും ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ വാഗ്ദത്തത്തെ കുറിച്ച് എന്താണ് കേട്ടത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇന്ന് പ്രസംഗിച്ച് കേൾക്കുന്ന വാഗ്ദത്തം എന്ന വിഷയത്തിന് ദൈവവചനവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് കൂടെ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ ദൈവവചനം നിങ്ങളെ പഠിപ്പിച്ച വേളയിൽ ഇങ്ങനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചു വെച്ചത്, നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയത് അത് അങ്ങനെ തന്നെയാണോ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് രാത്രിയിൽ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നാം പ്രസംഗിക്കുന്ന, മറ്റുള്ളവർ പ്രസംഗിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാഗ്ദത്തം എന്ന വിഷയത്തെ സംബന്ധിച്ച്, ആമേൻ, ഇന്ന് നാം കേൾക്കുന്ന വാഗ്ദത്തം ദൈവവചനവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നാം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, ഈ വാഗ്ദത്തം എന്ന വിഷയം നാം കേൾക്കുന്നതിൽ ഏറ്റവും കൂടുതലും ഭൗതികതയെ മുൻനിർത്തിയാണ് നമ്മൾ കേൾക്കാറുള്ളത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ നടുവിൽ കടന്നു വരുന്ന ആരായിരുന്നാലും വാഗ്ദത്തം എന്ന വിഷയത്തെ ആധാരമാക്കി അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ തന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലെല്ലാം നിഴലിച്ചു നിൽക്കുന്ന
ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഭൗതികത. ഭൗതികതയെ മുൻനിർത്തിയാണ് പല വാഗ്ദത്തങ്ങളും ജനത്തിന്റെ നടുവിൽ വെളിപ്പെടുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദമായി ഏറെ മുഴങ്ങുന്ന വാക്ക്, അതിൽ തന്നെ ഭൗതികതയെ മുൻനിർത്തിയാണ് ഏറ്റവും കൂടുതൽ ഈ വാക്ക് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. നമുക്കറിയാം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനം ആധാരമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഈ കാലഘട്ടത്തിൽ തിരിച്ചറിവില്ലാത്ത, വചന പരിജ്ഞാനമില്ലാത്ത ആളുകൾ വാഗ്ദത്തം എന്ന ഓമന പേരിൽ ഭൗതികതയെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുമ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിക്കണം, അതാണോ യഥാർത്ഥത്തിൽ ദൈവവചനത്തിലുള്ള അകത്തുള്ള വാഗ്ദത്തം? ചിലര് ജോലിയെ സംബന്ധിച്ച് വാഗ്ദത്തം എന്ന നിലയിൽ ദൂത് പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാനിത് പറഞ്ഞ് ഒടുവിലാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ചിലർക്കിത് പെട്ടെന്ന് ക്ലിക്കാവും, പക്ഷെ ചിലർക്കത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് താഴേക്ക് വരണം. ഓക്കെ, ഇന്ന് പകലിൽ ഏറിയ പങ്ക് ഞാൻ പ്രാർത്ഥനയിലും ഈ വചനത്തിന് മുൻപിലുമായിരുന്നു. സ്തോത്രം. ഓക്കെ, അപ്പോൾ ചില പ്രവചന ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തലമുറകളുടെ ജോലി സംബന്ധിച്ച് അതൊരു വാഗ്ദത്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ശുശ്രൂഷകന്മാർ ഈ കാലഘട്ടത്തിൽ കുറവല്ല. നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നതാണ് ജോലി, നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു ഭവനം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും ഇതൊക്കെ വാഗ്ദത്തം എന്ന ഓമന പേരിൽ അതിനെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ വശീകരിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ വാഗ്ദത്തം എന്ന വിഷയം മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലരിങ്ങനെ പറയാറുണ്ട്, ആമേ സ്തോത്രം, വിദേശയാത്രയെ വാഗ്ദത്തം എന്ന നിലയിൽ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഭൗതികതയെ തൊട്ട് വാഗ്ദത്തം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് ദൈവവചനത്തിൽ നിന്ന് തന്നെയാണോ എന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. വാഗ്ദത്തം എന്നാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഓഫറാണ്, തരാം, അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ഓഫറാണ്. എന്നാൽ ഈ വാഗ്ദത്തത്തെ കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പഴയ നിയമം നമ്മൾ പഠിച്ചു വരുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇങ്ങനെയുള്ള വചന പഠനങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമായിരിക്കും. പഴയ നിയമത്തിൽ ഈ വാഗ്ദത്തം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സമയമുണ്ടെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിലെ വാഗ്ദത്തവും ചിന്തിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-ാം വാക്യവും 13-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ പരിചിതനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാം. വാഗ്ദത്ത ദേശം അല്ലെങ്കിൽ വാഗ്ദത്ത കനാനിനെ വാഗ്ദത്ത ദേശം എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെ? വാഗ്ദത്ത ദേശം അല്ലെങ്കിൽ വാഗ്ദത്ത കനാൻ. അപ്പൊ പഴയ നിയമത്തിൽ ഈ വാഗ്ദത്തം എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലേ പുതിയ നിയമത്തിലെ വാഗ്ദത്തം സംബന്ധിച്ച് നമുക്ക് ആഴമായി മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ പഴയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 9, 13 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അത് പഴയ നിയമത്തിലെ ചില വാക്യങ്ങളോട് ചേർത്താലേ നമുക്ക് ഒന്നോടെ അത് മനസ്സിലാകത്തുള്ളൂ, അല്ലെ? സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചു വരാൻ നേരത്ത് അവിടെ വാഗ്ദത്ത കനാൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനും സാറായിക്കും വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതി എന്ന് കാണുന്നു. അവിടെ ഇസഹാക്കിനെ കുറിച്ചാണ് വാഗ്ദത്ത സന്തതി എന്ന് കാണാൻ കഴിയുന്നത്. 3-ാമത്തെ കാര്യം, റോമാലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഇതൊക്കെ പഴയ നിയമത്തിലുള്ള കാര്യമാണ്, പുതിയ നിയമം കൂടുതൽ ഞാൻ പഠനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വാക്യങ്ങൾ ഉദ്ധരിച്ചെന്നേ ഉള്ളൂ കേട്ടോ.
4-ാം റോമാലേഖനം 13-ാം വാക്യത്തിൽ അബ്രഹാമിനെ കുറിച്ചും തന്റെ സന്തതിയെ കുറിച്ചും അവർ ലോകാവകാശിയാകുമെന്നുള്ള വാക്തത്വം കണ്ടില്ലേ? അവിടെയും ഒരു വാക്തത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്തത്വങ്ങളൊക്കെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വാക്തത്വങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ ഭൗതികതയെ അല്പം തൊടുന്നു എങ്കിൽ പോലും ഒരു വാക്യം നിങ്ങൾ വായിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഓക്കെ, വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-9-10. വിശ്വാസത്താൽ അവൻ കൂട്ടിയിടിച്ചോ രണ്ടുപേരും? ഒരാൾ വായിക്കും. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഓക്കെ, മതി. ഈ 9-ാം വാക്യവും 10-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. വാഗ്ദത്ത ദേശം എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം നൽകാമെന്ന് അരുളി ചെയ്ത ദേശം, അതാണ് വാഗ്ദത്ത ദേശം. അബ്രഹാമിന് ദൈവം അളന്നു കൊടുത്ത ദേശം, അബ്രഹാമിന് ദൈവം അനുഭവിക്കാൻ നൽകിയ ദേശം, അതാണ് വാഗ്ദത്ത ദേശം. അപ്പൊ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അബ്രഹാം ഇന്ന് അനുഭവിക്കുന്നത്. പക്ഷേ ആ ദേശത്ത് അബ്രഹാം പാർക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. എന്തുകൊണ്ടാ വലിയ കൊട്ടാരം നിർമ്മിക്കാത്തത്? എന്തുകൊണ്ടാണ് വലിയ അടിസ്ഥാനമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാത്തത്? അബ്രഹാമിന് കാശില്ലാത്തത് കൊണ്ടാണോ? ആണോ? അല്ല. സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? അല്ല. അതിന്റെ താഴെയുള്ള വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്, ആമേൻ, ഈ ദേശത്ത് വാഗ്ദത്തമായി കിട്ടിയ ദേശത്ത് പാർക്കുമ്പോഴും ആ കാലഘട്ടത്തിൽ അന്നുള്ള ഭക്തന്മാരിൽ ഭൂരിഭാഗവും അവർ ആ ദേശത്തെ ആശ്രയിച്ച്, ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് അവിടെ നിൽക്കാതെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നിങ്ങളൊരു കാര്യം ചിന്തിച്ചേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം, 1 വാഗ്ദത്ത കനാൻ, 2 വാഗ്ദത്ത സന്തതി, 3 വാഗ്ദത്ത ദേശം. ഇതിലെല്ലാം ഒരു ഭൗതികതയുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും ഭൗതികതയെ തൊടുന്ന വാഗ്ദത്തങ്ങളാണെങ്കിൽ പോലും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് അക്കാലത്തെ ഭക്തന്മാർ ചിന്തിച്ചത്, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദേശം വാഗ്ദത്ത ദേശമാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അന്നുള്ള ഭക്തന്മാരെ മുൻപോട്ട് നയിച്ചത്. സ്തോത്രം. അതിന്റെ അർത്ഥം ഒന്നോടെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. ദൈവം ശില്പിയായി നിർമ്മിച്ചത്. അപ്പൊ ദൈവം ശില്പിയായി നിർമ്മിച്ചത് എന്ന് അബ്രഹാം ഇവിടെ പറയുമ്പോൾ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൽ ഭൗതികത വരുന്നില്ല. ഉണ്ടോ? ഭൗതികത വരുന്നുണ്ടോ? ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമുള്ളത്. അപ്പോൾ അത് കൂടാരമല്ല, മറിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നല്ല ഭവനം, ഒരു നല്ല ദേശം. കണ്ടില്ലേ? ആമേൻ. ഇതിൽ രണ്ടിലും ഭൗതികത വെളിപ്പെടുന്നില്ല. ആമേൻ, സ്തോത്രം. ഒന്നോടെ പറഞ്ഞാൽ, പുതിയ നിയമത്തെക്കാൾ വാഗ്ദത്തം എന്ന വിഷയം അല്പം ഭൗതികതയെ തൊട്ടെങ്കിലും അത് അവരുടെ ആത്മീയതയെ ബാധിച്ചില്ലെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനത് ഒന്നോടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അബ്രഹാം ബഹുസമ്പന്നനാണ്. ഒന്നോടെ പറഞ്ഞാൽ, നമ്മളൊക്കെ 2 സെന്റിലും 5 സെന്റിലും 10 സെന്റിലും ഒക്കെ ജീവിക്കാൻ നേരത്ത് അബ്രഹാം കാണുന്നത് ദൈവം അവന് നൽകി. അബ്രഹാം നെടുകയും കുറുകയും നടന്നു, അത് ദൈവം അവന് നൽകി.
ഒത്തിരി ദാസീദാസന്മാർ അവനുണ്ടായിരുന്നു. അവൻ ബഹുസമ്പന്നനായിരുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നത് അവിടുള്ള ആളുകൾക്ക്, ദേശക്കാർക്ക്, ജാതികൾക്ക് പോലും അവനെ വഹിക്കാൻ കഴിയാതെ വണ്ണം അവൻ ബഹുസമ്പന്നനായിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് ഒരു കാര്യം ഞാൻ അടർത്തിയെടുക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ഭൗതിക തലത്തിൽ അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ആത്മീയതയെ അത് ബാധിച്ചില്ല. സ്തോത്രം. എന്താ കാര്യം? ഏത് സമയത്തും അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളി കേൾക്കുമ്പോൾ ഐ ആം റെഡി എന്ന് പറയാനുള്ള ഒരാത്മീയ ഒരുക്കം അന്നുള്ള ഭക്തന്മാർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്ന വാഗ്ദത്തം അത് ഞാൻ പറഞ്ഞു തരാം. അത് ഭൗതികതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വാഗ്ദത്തങ്ങളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ ഭൗതിക വിഷയമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നത് ഭൗതികതയാണ്. ഭൗതികതയെ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഞാൻ അവരോട് പറയാനിടയായി തീർന്നു. കഴിഞ്ഞ 21 ദിവസക്കാലം ദൈവസഭ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഒരുപാട് ആളുകൾ കടന്നു വന്ന് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരുന്നു. ഉച്ചവരെയുള്ള പ്രാർത്ഥന കഴിഞ്ഞ്, ഉച്ച കഴിഞ്ഞിട്ടും പല ആളുകളും ആലയത്തിനകത്ത് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് സംതൃപ്തിയോടെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിന് വേണ്ടിയാ. ആമേൻ. ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ഞാനത് എടുത്തു പറയാറുണ്ട്. ആമേൻ. സ്തോത്രം. ആഗ്രഹമുള്ള തന്റെ ജനത്തെ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വലിയവ ചെയ്യാൻ പറ്റും. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ പഴയ നിയമത്തിൽ ഉള്ള ഭൗതിക നന്മകൾ ആ കാലഘട്ടത്തിലുള്ള ഭക്തന്മാരെ, അവരുടെ ആത്മീയതയെ ബാധിച്ചില്ലെങ്കിലും പുതിയ നിയമത്തിനകത്ത് നമ്മെ സംബന്ധിച്ച് പലപ്പോഴും ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് നമ്മെ നയിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഒരു പരിധിവരെ ഭൗതിക നന്മകളാണ്. സ്തോത്രം. മനുഷ്യൻ തിരക്കിലാണെന്നല്ലേ? മനുഷ്യൻ തിരക്കില. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ തിരക്കിലാണ്. ആരെ വിളിച്ചാലാ എന്താ ഫോൺ വിളിക്കാത്തതെന്ന് ചോദിച്ചാൽ അവര് പറയും, പാസ്റ്റർ ഭയങ്കര തിരക്കായിരുന്നു, അല്ലേ? എന്താ കൂട്ടായ്മയ്ക്ക് വരാത്തെന്ന് ചോദിച്ചാൽ ഭയങ്കര തിരക്കാ. എന്താ ഇന്നടത്ത് കണ്ടില്ലല്ലോ? അയ്യോ അത് ഭയങ്കര തിരക്കാ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നമ്മള് ഇത് പറഞ്ഞ് മടുത്തപ്പോ ദൈവം നമുക്ക് തിരക്കില്ലാത്ത ഒരു സാഹചര്യം ഒരുക്കി തന്നു, അല്ലേ? അതാണ് കൊറോണ സമയം, ഒരു 2 വർഷം. പക്ഷെ അന്നും പറഞ്ഞു തിരക്കാന്ന് പറഞ്ഞവരുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഏതാ? എല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുമ്പോഴും വാഹനങ്ങളൊന്നും പുറത്തിറങ്ങാൻ കഴിയാതിരുന്നപ്പോഴും സാഹചര്യങ്ങളെല്ലാം അടയപ്പെട്ടപ്പോഴും അന്നും നമ്മുടെ ആളുകൾ പറഞ്ഞു തിരക്കാന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ആത്മീയമായിട്ട് വളരാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കൂട്ടായ്മ മുടക്കുന്നത്? അവിടെയെല്ലാം നമ്മൾ പറഞ്ഞു കൂട്ടിയ ഒന്നുണ്ട്, തിരക്ക. സ്തോത്രം. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന് ഫോൺ വിളിച്ച് ചോദിച്ചാലും ഉറക്കത്തിൽ എഴുന്നേറ്റ് പറയുന്നതും തിരക്കെന്ന. സ്തോത്രം. അവൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമുണ്ട്. ആമേൻ. ഈ തിരക്ക് മനുഷ്യന് വരാൻ കാരണം അവൻ ആത്മീയതയ്ക്ക് വേണ്ടി ഓടുന്നത് കൊണ്ടാണോ? ഒന്നോട് പറഞ്ഞാൽ അവൻ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടാണോ?
പൗലോസിന്റെ കാലത്ത് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് തിരക്കുള്ളവനാ. കാരണം പൗലോസ് മറ്റൊന്നും ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ഭൗതിക വിഷയത്തിൽ ഒന്നും ഇടപെടാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന അപ്പോസ്തലനായ പൗലോസും പത്രോസും യോഹന്നാനോടൊക്കെ ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ അവർ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്ത് അവർ സഭകൾ സ്ഥാപിച്ച് അവർ തിരക്കിലാണ്. ആത്മാവ് അവരെ നിയന്ത്രിക്കുകയാണ്. സ്തോത്രം. സുവിശേഷകനായിട്ടുള്ള തിരക്കാണോ ഈ കാലഘട്ടത്തിൽ? പ്രവാചകനായിട്ടുള്ള തിരക്കാണോ? സ്തോത്രം. ഇടയനോ ഉപദേഷ്ടാവോ ആയതുകൊണ്ടുള്ള തിരക്കാണോ? അല്ലവേ അല്ല. എന്തിനു വേണ്ടിയുള്ള തിരക്കാണെന്നറിയാമോ? കയ്യിലുള്ള ഭൗതിക നന്മ സംരക്ഷിക്കാനുള്ള തിരക്ക്. അത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. അത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിനെ സംരക്ഷിക്കുന്ന ഓടിപ്പാച്ചലിലാണ് ഇന്ന് ആത്മീയ ഗോളം. ആമേൻ. രണ്ടാമത് സ്തോത്രം, ഉള്ളത് സംരക്ഷിക്കുക മാത്രമല്ല അതിനോട് ചേർക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്താ പ്രാർത്ഥനയ്ക്ക് വരാത്തത്? അത് പറമ്പില് ഇന്ന് പണി ഉണ്ടായിരുന്നു. അപ്പോ ഇന്നാണ് പണിക്കാർ വന്നത്. ഹലോ, ഞായറാഴ്ച പറയാണ് 6 ദിവസം ഞാൻ എല്ലാവരോടും ചോദിച്ചു പാസ്റ്ററെ, പക്ഷെ ഞായറാഴ്ചയാണ് പണിക്കാരൻ വന്നത്. അന്ന് പണിക്കാരൻ പണിയെടുക്കുന്നു. ആലയത്തിൽ ആരാധിക്കേണ്ട വ്യക്തി അവനോട് ചേർന്ന് നിൽക്കുകയാണ്. സ്തോത്രം. വിശുദ്ധന്മാർ ആരാധിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ, സങ്കീർത്തനം പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഒരുവൻ പണിസ്ഥലത്ത്, ജോലി സ്ഥലത്ത് എന്താ കാര്യമെന്നറിയാവോ? സ്തോത്രം. അവൻ ഉള്ളത് നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ കയ്യിലുള്ള ഭൗതികതയ്ക്ക് അവൻ സ്ഥാനം കൊടുക്കുകയാണ്. സ്തോത്രം. അടുത്തൊരു കാര്യം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്താ വരാത്തത്? ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന കൊച്ചമ്മ ദൈവസഭ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ കൊച്ചമ്മയ്ക്ക് ജോലി കൊടുക്കണേ, ഈ കൊച്ചമ്മയ്ക്ക് ഒരു ഉപജീവന മാർഗം കൊടുക്കണേ. അപ്പോഴും ഈ കൊച്ചമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എനിക്കൊരു ജോലി തന്നാൽ ദൈവത്തെ വിട്ട് ഞാൻ പോകില്ല. എനിക്ക് എത്രത്തോളം സമയം ദൈവത്തിൽ ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ദൈവത്തിൽ ഇരിക്കും. പക്ഷേ ഈ കൊച്ചമ്മ ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ല. ആ കൊച്ചമ്മ പറയുന്നത് എന്നാന്നറിയാവോ? ലീവ് കിട്ടുന്നില്ലെന്ന്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം കാണുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം പങ്കുവെക്കാൻ നേരത്ത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ഒരു ഉപജീവനം കിട്ടിയാൽ ലഭിക്കുന്ന സമയം എത്രയും ഞാൻ ഓടിപ്പാഞ്ഞ് ആലയത്തിൽ വരുമെന്നും പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും സംബന്ധിക്കുമെന്നും തീരുമാനമെടുത്തിട്ട് അതിന് കഴിയാതെ വണ്ണം ഭൗതികതയ്ക്ക് പിന്നാലെ ഓടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. ഒന്നുമില്ലാതെ അലഞ്ഞു നടന്ന സമയത്ത് ദൈവം നിനക്ക് തന്ന ജോലി കൊണ്ട് ഒരിക്കലും നീ നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ ഈ ഞായറാഴ്ച സമയത്താണ് പിന്നെ എന്തുള്ളത്? നമുക്കൊരു ലീവ് ഉള്ളത്. സത്യം പറഞ്ഞാൽ അന്നായിരിക്കും എല്ലായിടത്തും അവധി ഉള്ളത് കൊണ്ട് ഗസ്റ്റ് അതിഥികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഞായറാഴ്ചയാ. സ്തോത്രം. ഇന്ന് ആരാധനയ്ക്ക് കണ്ടില്ലല്ലോ. അതെ, രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാ ഇങ്ങനെ കുറച്ച് ആളുകൾ കയറി വരിക. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് ഭക്ഷണമൊക്കെ ആക്കി അവിടെ അങ്ങ് നിന്നു. സ്തോത്രം. ദൈവം നമുക്ക് വിശാലത തന്നപ്പോൾ, ദൈവം നമ്മെ ഭൗതിക മണ്ഡലത്തിൽ അനുഗ്രഹിച്ചപ്പോൾ, ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാരുടെ അനുഗ്രഹം വെച്ച് നോക്കിയാൽ 1000-1 പോലും ഇല്ല നമ്മൾ അനുഗ്രഹം. പക്ഷേ ഇത്രയും ചെറിയ അനുഗ്രഹത്തിൽ പോലും നമുക്ക് ദൈവസന്നിധിയിൽ സമയം ചെലവഴിപ്പാനില്ലെങ്കിൽ അബ്രഹാമിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണ്ടേ? ഇയ്യോബിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണ്ടേ? സ്തോത്രം. രാജസന്നിധിയിൽ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണ്ടേ? ഹല്ലേലൂയ. പാനപാത്രവാഹകനായി രാജാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴും മുഖം മ്ലാനമായിരിക്കുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വിഷമം? സ്തോത്രം. തന്റെ കാര്യത്തിലേക്ക് താനൊന്ന് നോക്കിയാൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല, എന്റെ ജീവിതം സേഫാ. പക്ഷേ എന്റെ
പിതാക്കന്മാരുള്ളിടത്ത് മതിലുകൾ തകർന്നും അവിടെ വാതിലുകൾ തീ കൊണ്ട് വെന്തുപോയിരിക്കുന്നു. അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ജനം. ആത്മീയ ഗോളത്തിലെ പ്രതിസന്ധി കണ്ട് ഞാൻ സേഫാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാതെ ഇറങ്ങി വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ഇന്ന് നമുക്ക് കിട്ടിയ സിംഹാസനം അത് ദൈവത്തിന്റെ ദാനമല്ലേ? അത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ നിറക്കാനും ദൈവത്തിന് കഴിയുമല്ലോ. പിന്നെ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട്, ദൈവം നമ്മുടെ ബലഹീനതയെ അറിയുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി ഈ ശബ്ദം ദൈവാത്മാവ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ആത്മീയതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. സ്തോത്രം. ആത്മീയതയ്ക്ക് ഒന്നാം സ്ഥാനം നിങ്ങൾ കൊടുക്കണം. സ്തോത്രം. ആമേൻ. നമുക്കറിയാം. അപ്പൊ ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത് ബാധിച്ചില്ല. പക്ഷെ ദൈവം നമ്മെ അല്പം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അഹങ്കാരികളായി മാറുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ആരാധനാലയത്തെ പിരിയാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരാധനാലയം പേരിന് മാത്രം പോയി വരുന്ന ഇടമായിട്ട് മാറി. സ്തോത്രം. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിലെ വാഗ്ദത്തം എന്നുള്ളത് ചിലരൊക്കെ ഭൗതികതയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിലും അന്നുള്ള ഭക്തന്മാർ അതിനേക്കാൾ ഏറെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ആ നല്ല ഭവനത്തിനു വേണ്ടി കാത്തിരിപ്പാനിടയായി തീർന്നു. അപ്പോൾ പഴയ നിയമത്തിലെ വാഗ്ദത്തം എന്നുള്ള വിഷയം ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ട് പുതിയ നിയമത്തിലെ വാഗ്ദത്തം ഏതാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിലെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ പ്രധാനമായും 3 വാഗ്ദത്തങ്ങളാണ് പുതിയ നിയമത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്ന 1-2 ചിന്തകൾ കൂടി ഇതിനോട് ചേർത്ത് ഞാൻ വെക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 24-ാം അധ്യായം അതിന് 49-ാമത്തെ വാക്യം. മറ്റൊരാൾ 2 പത്രോസ് 3:9 എടുത്തു വെക്കണം. വേറൊരാൾ ഹെബ്രായർ 4:1 എടുത്തു വെക്കണം. ആദ്യം ലൂക്കോസ് 24:49 വായിച്ചാൽ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. സ്തോത്രം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, അതെന്തായിരിക്കും? പരിശുദ്ധാത്മാവ് അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ വാഗ്ദത്തം എന്ന് നമ്മൾ പഴയ നിയമത്തിലെ വാഗ്ദത്തം കണ്ടു. ഏതൊക്കെയാണ്? വാഗ്ദത്ത കനാൻ, വാഗ്ദത്ത സന്തതി, വാഗ്ദത്ത ദേശം. അല്ലേ? വാഗ്ദത്ത കനാൻ, വാഗ്ദത്ത സന്തതി, അല്ലെങ്കിൽ റോമാലേഖനം 4:13 നമ്മൾ വായിച്ചത് ലോകാവകാശിയാകുമെന്ന വാഗ്ദത്തം, അബ്രഹാമും തലമുറകളും, ആ ഒരു വാഗ്ദത്തം. എന്നാൽ പുതിയ നിയമത്തിൽ ഒന്നാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് 24-ാം അധ്യായം 49-ാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഒന്നാമത്തെ വാഗ്ദത്തം അതാ. രണ്ടാമത്തെ വാഗ്ദത്തം ഏതാണെന്നറിയാവോ? 2 പത്രോസിന്റെ ലേഖനം 3:9 ഒരാൾ വായിക്കാമോ? മറ്റൊരാൾ എബ്രായർ 4:1 എടുത്തു വെക്കണേ. ഓക്കെ, വായിച്ചാട്ടെ. പത്രോസ് 1 പത്രോസ് കഴിഞ്ഞ്. ഹലോ, പുതിയ നിയമത്തിലാണേ. വേഗത്തിൽ വായിച്ചു. ഇതാ പറഞ്ഞ പുസ്തകക്രമം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞതാ. ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലർ എന്നിട്ട് ആന്റി അത് കളയരുത്, അത് വായിക്കണം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല.
താമസിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം ചിന്തിച്ചേ, ഇവിടെ ചിലർ താമസമെന്ന് വിചാരിക്കുന്ന ആ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ഇതേത് വാഗ്ദത്തവാ? ഒന്ന് പറഞ്ഞേ, ഏതാ വാഗ്ദത്തം ഇത്? കർത്താവിന്റെ വരവ് അല്ലേ? കർത്താവിന്റെ വരവ്. അപ്പോൾ പഴയ നിയമത്തിലെ വാഗ്ദത്തം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. പുതിയ നിയമത്തിലെ വാഗ്ദത്തം എന്ന വിഷയത്തോട് ചേർത്തുള്ള വിഷയങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ വാഗ്ദത്തത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായോ? പുതിയ നിയമത്തിൽ ആമേൻ എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത എന്ന് പറഞ്ഞിട്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവിന്റെ വരവിനെയാണ് വാഗ്ദത്തം എന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇനി എബ്രായ ലേഖനം 4-1 വായിച്ച് വേഗത്തിൽ. വായിച്ചോ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. വായിച്ചോ. അവരെ പോലെ നാമും ഒരു സ്വതർത്ഥമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. മതി, സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം എന്ത് ചെയ്യുക? ഭയപ്പെടുക. 1-ാം വാക്യം നമ്മൾ വായിച്ചത് അവിടെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചാണെങ്കിൽ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മെ കുറിച്ചാണ്. എന്താ പറയുന്നത്? അവരെ പോലെ, ആരെ പോലെ? ഇസ്രായേൽ ജനത്തെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടതാണ്. എന്തിനെ കുറിച്ചാ സദ്വർത്തമാനം കേട്ടത്? എന്തിനെ കുറിച്ചാ നമ്മൾ കേട്ടത്? ആമേൻ, സ്തോത്രം. ആകെ തുക നമ്മൾ നോക്കിയാൽ ഇതല്ല നമ്മുടെ ജീവിതമെന്നും ഇവിടം ഒരു അവസാനമുണ്ടെന്നും ഇതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ടെന്നും നമുക്കൊരു നിത്യതയുണ്ടെന്നുള്ള ഒരു സദ്വർത്തമാനം ദൈവം നമുക്ക് നൽകി തന്നു, അല്ലേ? ആമേൻ. അപ്പോൾ 1-ാം വാക്യം 4-ന്റെ-1 ഇസ്രായേൽ ജനത്തിന്റെ സ്വസ്ഥത ഏതാ? കനാൻ നാടാ, അല്ലേ? പക്ഷേ തന്റെ ജനം എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്, ഭക്തനെ സംബന്ധിച്ച് അവന്റെ വാഗ്ദത്തം ഏതാണെന്ന് ചോദിച്ചാൽ അവന് ദൈവം നൽകുന്ന നിത്യതയാണ് ആ സ്വസ്ഥത. മനസ്സിലായില്ലേ? ആമേൻ. അപ്പോൾ അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടതാ. അവർ കേട്ടതുപോലെ നാമും കേട്ടു. നമുക്കൊരു നിത്യതയുണ്ട്. ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതം സ്തോത്രം ഇനി അടുത്ത തലത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കും. കണ്ടില്ലേ? അതിനെക്കുറിച്ചുള്ള ഒത്തിരി വചനങ്ങൾ ദൈവം നമുക്ക് തന്നു. ആ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തിനു വേണ്ടി? നാമും അങ്ങനെ ആകാതിരിക്കാൻ. നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പഴയ നിയമത്തിൽ സ്തോത്രം ആ വാഗ്ദത്ത കനാൻ എന്ന വാഗ്ദത്തം പ്രാപിക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. പലർക്കും കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന ഈ വാഗ്ദത്ത വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അറിവില്ലാത്തവരായിരിക്കരുത്. നമുക്കുമുണ്ടൊരു നിത്യത എന്നുള്ള മർമ്മം നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 സ്തോത്രം വാഗ്ദത്തങ്ങളെയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ 3-ലും ലെവലേശം ഭൗതികതയുണ്ടോ? ഉണ്ടോ? പഴയ നിയമത്തിലെ വാഗ്ദത്തം ഏതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു. പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളെ 3 നമ്മൾ പ്രധാനമായും ചിന്തിച്ചു. ഈ 3 വാഗ്ദത്തങ്ങളിലും ഒരു ലെവലേശം പോലും ഭൗതികത അടങ്ങിയിട്ടില്ല എന്ന്
തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിലെ വാഗ്ദത്തം എന്നുള്ളതിനേക്കാൾ ഒരു പടി കൂടി വിശാലമായ നിലയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ വാഗ്ദത്തത്തെ കുറിച്ച് എന്ത് തന്നിട്ടുണ്ട്? ആമേൻ, ബോധ്യം തന്നിട്ടുണ്ട് ദൈവവചനത്തിലൂടെ. ആമേൻ, എബ്രായ ലേഖനം 11:9-10 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചത് അബ്രഹാമിന് വ്യക്തമായൊരു വെളിപ്പാടില്ല, പക്ഷേ ആമേൻ പഴയ നിയമ വിശുദ്ധന്മാർക്ക് വ്യക്തമായൊരു വെളിപ്പാട് ലഭിച്ചിരുന്നില്ല നമ്മെ പോലെ. പക്ഷേ ആ കാലഘട്ടത്തിലും അവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതിനെ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവരെക്കാൾ കുറച്ചോടെ വചന വെളിപ്പാട് ലഭിച്ച നമ്മെ സംബന്ധിച്ച് ഒന്നോടെ നമ്മൾ ആ വാഗ്ദത്തത്തെ പ്രാപിപ്പാൻ ഒരുക്കമുള്ളവരായിരിക്കണം പ്രിയമുള്ളവരെ. ആമേൻ, സ്തോത്രം. ഒരു കാര്യം കൂടി ഞാൻ അതിനോട് ചേർന്ന് പറയാം. 3 വാഗ്ദത്തം പുതിയ നിയമത്തിൽ. 1 പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, 2 കർത്താവിന്റെ വരവ് എന്ന വാഗ്ദത്തം, 3 ആമേൻ സ്വസ്ഥത എന്നുള്ള, നിത്യത എന്നുള്ള വാഗ്ദത്തം. ആദ്യത്തെ വാഗ്ദത്തം പ്രാപിച്ചവർക്ക് മാത്രമാണ് അടുത്ത 2 വാഗ്ദത്തം ബാധകമാകുക. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു അസ്വസ്ഥതയായിട്ട് തോന്നുന്നെങ്കിൽ ആമേൻ സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമായി നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ വാഗ്ദത്തം പ്രാപിച്ചവന് മാത്രമേ രണ്ടാമത്തെ വാഗ്ദത്തവും മൂന്നാമത്തെ വാഗ്ദത്തവും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഈ 3 വാഗ്ദത്തവും ഒരുവനിൽ സമ്മേളിക്കുന്ന ഒരനുഭവമുണ്ട്. അതെന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവിന്റെ വരവിനായി ഒരുക്കി നിത്യതയിൽ നമ്മെ എത്തിക്കുകയാണ്. കണ്ടില്ലേ? ഈ 3 വാഗ്ദത്തങ്ങളും ഞാൻ എന്ന വ്യക്തിയിൽ, ആമേൻ, നീ എന്ന വ്യക്തിയിൽ സമ്മേളിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വാഗ്ദത്തത്തിന് പൂർണ്ണതയുണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യാണ്? ആമേൻ, ഒരുക്കുകയാണ്. എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ വരവിന് വേണ്ടി. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുക മാത്രമല്ല, അതിനുശേഷം ദൈവം ആമേൻ ഒത്തിരി കാര്യങ്ങൾ പിന്നെയും നടക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആമേൻ, ഞാനിവിടെ 1 വർഷത്തോ അധികമായി ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളസിംഹാസനം, അന്ത്യന്യായവിധി എന്നുള്ള വിഷയത്തിൽ എത്തി നിൽക്കുക. 1 വർഷത്തിലധികമായി സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഒടുവിൽ നമുക്കുള്ള സ്വസ്ഥത, അല്ലെങ്കിൽ ആമേൻ നമുക്കുള്ള നിത്യത വെളിപ്പെടുന്ന ഒരു അനുഭവം ഉണ്ട്. അത് ഒന്നാമത്തെ വാഗ്ദത്തം പ്രാപിക്കുന്നവന് മാത്രമേ അടുത്ത 2 വാഗ്ദത്തം ബാധകമാകുന്നുള്ളൂ. ഒന്നോടെ പറഞ്ഞാൽ, ഒന്നാമത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന് മാത്രമേ കാഹള ശബ്ദം കേൾക്കാൻ കഴിയൂ. ഞാൻ ഉറപ്പിച്ചു നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരുവനും കാഹള ശബ്ദം കേൾക്കില്ല. നമ്മുടെ ചില പുള്ളികളൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ തുടങ്ങി, ആമേൻ സ്തോത്രം, നമ്മുടെ ആളുകളൊക്കെ തന്നെ പറയാൻ തുടങ്ങി, ഇതൊക്കെ നിന്നുപോയി, ആമേൻ സ്തോത്രം, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരുവനും കാഹള ശബ്ദം കേൾക്കില്ല. സ്തോത്രം. കാര്യം എന്നറിയാവോ? ഈ ആത്മാവ് അകത്ത് വരുമ്പോഴാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുന്നത്. ആമേൻ. ഈ ആത്മാവ് വരാതെ ഒരിക്കലും നമുക്ക് പാപത്തെ തിരിച്ചറിയാൻ കഴിയില്ല. പാപത്തെ പാപമായി കാണാൻ കഴിയില്ല. നീതിയെ ആ നിലയിൽ നീതിയായി കാണാൻ കഴിയില്ല. ഒരു ന്യായവിധി നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് ഈ പരിശുദ്ധാത്മാവെന്ന ഒന്നാമത്തെ വാഗ്ദത്തം നമ്മുടെ മേൽ വരുമ്പോഴാണ്. സ്തോത്രം. ഒരു വാക്യം നിങ്ങൾ വായിക്കണം കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായം ഒന്ന് എടുത്തേ. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നിങ്ങളൊന്ന് വേഗം ആരെങ്കിലും ഒരാൾ വായിച്ചേ. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വേഗം വായിച്ചേ. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ ആത്മാവിനെ പ്രാപിക്കണം കാഹള ശബ്ദം കേൾക്കാൻ. ആമേൻ സ്തോത്രം. നമ്മുടെ നഗ്നമായ ചെവിയിൽ എന്നുള്ളതിനേക്കാൾ ആത്മാവിലാണ് കാഹള ശബ്ദം തിരിച്ചറിയുന്നത്. ആമേൻ. ഞാൻ കർത്താവിന്റെ വരവിന് മുൻപേ
എന്റെ ശരീരം മണ്ണോട് ചേർന്നാലും കർത്താവിന്റെ ഗംഭീരനാദത്താൽ എന്റെ ശരീരം രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ആമേൻ ഞാൻ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. അതുകൊണ്ടാണ് 8:11 ഇങ്ങനെ കാണുന്നു, യേശുവിനെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് വെറുതെ ഒരു തമാശയായിട്ട് എടുക്കരുത്. ആത്മാവിനെ പ്രാപിക്കാത്ത, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാത്ത, ആത്മസാന്നിധ്യം അനുഭവിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല. കാരണം പുതിയ നിയമസഭയെ ഒരുക്കേണ്ടതിന് വേണ്ടി ഈ കൃപായുഗത്തിൽ നമ്മെ ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പോൾ ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ ഈ ആത്മാവിനെ പ്രാപിക്കാതെ ഒരു സൂത്രപ്പണിയിലൂടെയും നമുക്ക് അങ്ങെത്താനായിട്ട് കഴിയില്ല. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടത്തുമില്ല. മണ്ണോട് ചേർന്ന് നമ്മുടെ ശരീരം മാറിയാലും കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വന്നേ പറ്റൂ. അതാണ് ഇവിടെ വായിക്കുന്നത്. അതെ, 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അടിവരയിട്ടോണം. ആത്മാവിനെ പ്രാപിക്കാത്ത ഒരുത്തന് ഇവിടുന്ന് പൊങ്ങത്തില്ലെന്നുള്ളതിന്റെ തെളിവ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്യും? ഉയർപ്പിക്കും. സ്തോത്രം. കാഹളനാദത്തിങ്കൽ ശബ്ദം കേൾക്കണമെങ്കിലും ഈ ആത്മാവിനെ പ്രാപിക്കണം. മണ്ണോട് മണ്ണായി നാം ചേർന്നാലും വിശുദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു ഉയർപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും അവിടെയും നമ്മൾ ആത്മാവിനെ പ്രാപിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഞാൻ പറയുന്ന വചനം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരുന്ന ആരാന്നറിയാവോ? ഏറ്റവും കൂടുതൽ വചനം പഠിച്ചവരാ. ഞാൻ എൻ്റെ സഭയിൽ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ വചന പഠനത്തിന് വേണ്ടിയാണ് വെള്ളിയാഴ്ച ഉള്ള സമയം മാറ്റിവെക്കുന്നത്. ഞായറാഴ്ച ഞാൻ പ്രസംഗിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കും. കാരണം ആർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്. ക്ലാസ് മാത്രമായി പോയാലും പ്രശ്നമാണ്, പ്രസംഗം മാത്രമായി പോയാലും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്താണ് ദൈവസഭയെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ശിക്ഷാവിധി ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അറിഞ്ഞവർക്കാ. അതുകൊണ്ട് ഇന്ന് എന്റെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ചെവി തുറന്നു വെച്ചിരിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ശിക്ഷാവിധി ഉണ്ടാകുന്നത് ഏറ്റവും വചനം കേട്ടവർക്കാ. ഏറെ അറിഞ്ഞവരാണ്, അവർ തെറ്റിപ്പോകുമ്പോഴാ ഏറ്റവും കൂടുതൽ ശിക്ഷാവിധി ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? തെറ്റുമ്പോൾ, അറിഞ്ഞവർ തെറ്റിയാൽ ശിക്ഷാവിധി ഉറപ്പെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ വചനം കേട്ടിട്ട് തെറ്റിപ്പോയവനാണ് ഏറ്റവും കൂടുതൽ ശിക്ഷാവിധി ഉണ്ടാകുന്നത്, കേട്ടോ. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ അത് നേരത്തെ നമ്മൾ വായിച്ചതുപോലെ വിശ്വാസമായിട്ട് നമ്മിൽ എന്ത് ചെയ്യണം? പരിണമിക്കണം. വിശ്വാസമായി നമ്മളിൽ പരിണമിക്കുമ്പോഴാണ് അത് ഉപകാരമായി വരുന്നത്. ആ ഉപകാരത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വചനം നമ്മിൽ വിശ്വാസമായി പരിണമിക്കുമ്പോൾ അത് നമുക്ക് ഉപകാരമായി വരിക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് ഈ വചനത്തിലൂടെയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. സ്തോത്രം. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? നമ്മൾ 1-ാമത്തെ വാഗ്ദത്തത്തെ കുറിച്ചായി പറയുന്നത്. പരിശുദ്ധാത്മാവിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്? സുവിശേഷമായിട്ട് പോകണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാ. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആത്മാവിനെ പ്രാപിക്കണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആശ എന്ത് തന്നെ ആയിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം എന്ത് തന്നെ ആയിരുന്നാലും, നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കണം എന്നുള്ളതായിരിക്കണം. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ പറ്റും? സ്തോത്രം. ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം പോരാ. ഈ സമയത്ത് നിങ്ങൾ പറയണം, കർത്താവേ, ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. സ്തോത്രം. അടുത്തത് പൗലോസ് ഒരിക്കൽ യോഹന്നാന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ അല്ലേ അവ വായിക്കുന്നത്? യോഹന്നാന്റെ ശിഷ്യന്മാരോട് പൗലോസ് ചോദിക്കുകയാണ്, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരെന്താ പറയുന്നറിയാവോ? എന്റെ പൊന്ന അങ്കിളെ, അത് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതെന്താ സാധനം എന്നാ ചോദിച്ചേ. സ്തോത്രം. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ഈ സ്നാനത്തിന്റെ സമയത്തോടെ നിങ്ങളത് കേട്ടില്ലേ? സ്തോത്രം. അതൊക്കെ നല്ലൊരു ഉപദേശത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരു വാക്യം അത്. സ്നാനത്തിന്റെ സമയത്തെങ്കിലും നിങ്ങൾ ആത്മാവിനെ കുറിച്ച് കേട്ടില്ലേ? സ്നാനം എങ്ങനെയാ നമ്മൾ സ്നാനപ്പെടുത്തുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അല്ലേ? ജലത്തിൽ മുക്കി അല്ലേ സ്നാനപ്പെടുത്തുക. അപ്പൊ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അതിന്റെ അർത്ഥം, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഈ കാര്യം സ്നാനത്തിന്റെ സമയത്തെങ്കിലും നിങ്ങൾ കേൾക്കുമായിരുന്നു. സ്തോത്രം. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്ന് ചോദിച്ചേ, പരിശുദ്ധാത്മാവ് എന്തുവാ? ആത്മസ്നാനം എന്തുവാ? കൃപാവരം എന്തുവാ? പ്രവചനം എന്താ? സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ വാ പൊളിച്ചിരിക്കുക. സ്തോത്രം. അവർക്ക് അറിയില്ലത്. ഒന്നുകിൽ സഭയിൽ അത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ ഭവനത്തിന്റെ അകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം. ആത്മാവിലുള്ള ആരാധന ദൈവസഭയ്ക്കകത്ത് മാത്രം പോരാ. നിങ്ങളൊരു കാര്യം ചിന്തിച്ചേ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അകത്തേക്ക് ഞാനൊരു വചനം തരിക. ദൈവസഭയ്ക്കകത്ത് കൂടെ പാടാൻ ആളുള്ളപ്പോ, കൂടെ ആരാധിപ്പാൻ ആളുള്ളപ്പോ, ആരാധന പാട്ടിന് ശേഷം ചില മിനിറ്റ് കൂടെ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക, വീട്ടിനകത്തെ ആരാധനയിൽ ഈ ആത്മസാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ? അപ്പോൾ നീ അന്യഭാഷ പറയുന്നതിന്റെ തലമുറ കേൾക്കുന്നുണ്ടോ? ആമേൻ. അപ്പോൾ നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഈ തലമുറ അറിയുന്നുണ്ടോ? ആമേൻ. അങ്ങനെയുള്ള ഒരു ആത്മതലത്തിലേക്ക് ഭവനം വരുമ്പോഴാണ് തലമുറകളിലേക്ക് ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. സ്തോത്രം. എനിക്കൊക്കെ ഇതിനെക്കുറിച്ച് കുറെ മണിക്കൂറുകൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ തന്നെ 10:30 ആകാനായി. നിങ്ങൾക്ക് ഉറങ്ങണം, എനിക്ക് ഉറങ്ങണം. ചില മിനിറ്റോടെ എടുത്ത് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിവില്ലാതിരിക്കരുത്. നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാതെ പോകരുത്. അവരോട് പറയണം, മക്കളെ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞെന്നാ തോന്നുന്നത്, എന്റെ സഭയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ പലരും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ഒരു ഉപവാസ പ്രാർത്ഥന ഇടയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണേ, ഇവർ അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ദൈവ സാന്നിധ്യം ദൈവസഭയ്ക്കകത്ത് വന്ന് കുഞ്ഞുങ്ങൾ പലരും നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഈ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടുകയാ. അനേക കുഞ്ഞുങ്ങൾ അന്ന് ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിപ്പാനിടയായി. അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇന്നലകളിൽ മാത്രമല്ല ഇന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ആത്മാവിനെ ദൈവം തരാതിരിക്കില്ല. നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അവരെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ചില പിതാക്കന്മാര് മാതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്ററേ, അവനെ കിട്ടുന്നില്ല പാസ്റ്ററേ, അവനെ കിട്ടുന്നില്ല, അവനോട് പറഞ്ഞാൽ അവന് മനസ്സിലാകുന്നില്ല. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിന്റെ തലമുറ നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയെങ്കിൽ, സ്തോത്രം, അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ അവന്റെ മുറിയിൽ ചെന്ന് പ്രാർത്ഥിക്ക്, കർത്താവേ, ഈ കുഞ്ഞിന്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ, ആത്മാവിന്റെ ചൈതന്യം ഈ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടുത്തണമേ. ആത്മാവിനെ പ്രാപിക്കാതെ ഒരു കുഞ്ഞും ആത്മീയമായിട്ട് വളരുവാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ, പ്രിയമുള്ളവരെ. സ്തോത്രം. അടുത്തൊരു കാര്യം, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ പൗലോസ് പറയുന്നുണ്ട് കൃപാവരങ്ങളെ കുറിച്ച്. 1 കൊരിന്ത്യർ 14:4 പറയുന്നു, അന്യഭാഷ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു.
ആമേൻ സ്തോത്രം. അടുത്ത ഭാഗത്ത് എങ്ങനെയാ പറയുന്നത്? പ്രവചനം സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു. 1 കൊരിന്ത്യർ 14:26 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപാവര ശുശ്രൂഷകളെ കുറിച്ച് 12:4 മുതൽ ആമേൻ ആത്മീയർ കൂടി വരുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്ന ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന് വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കട്ടെ, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്, പ്രവചനം അത് വാഞ്ചിക്കണം. 12-28 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ആമേൻ അടുത്ത 2 വരങ്ങൾ കൂടി ദൈവം തന്റെ സഭയ്ക്ക് നൽകുകയാണ്. ആ 2 വരങ്ങൾ ആമേൻ പലതും നമ്മൾ കേട്ടിട്ടില്ലാത്ത വരമാണ്. ആമേൻ 12:28 കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 12:28 വാക്യത്തിൽ 2 വരങ്ങൾ ഒടുവിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വരം സഹായം ചെയ്യുവാനുള്ള വരം. ഹലോ, ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? സഹായം ചെയ്യാനുള്ള വരം. ഇത് സത്യം പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ദഹിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഉള്ളതെല്ലാം ശേഖരിച്ച് അക്കൗണ്ടിൽ കൂട്ടി ഒരു ബാങ്കിൽ നിറഞ്ഞു, അടുത്ത ബാങ്കിലായി, പിന്നെ ബാങ്കിൽ പൈസ ഇടാൻ പറ്റാതെ ഇൻകം ടാക്സുകാർ പിടിക്കുമെന്നുള്ള പേര് വീട്ടിനകത്ത് കുറച്ച് വെച്ചു, പിന്നെ ബിനാമിയുടെ പേരിൽ കുറച്ച് കൊടുത്തു. എന്നാലും 5 പൈസ ഒരാളെ സഹായിക്കുകയില്ല. സ്തോത്രം. എന്നിട്ടും സഭയ്ക്കകത്ത് വിധവമാരോ ആമേ സ്തോത്രം അനാദരോ ഉണ്ടെങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ അവരോട് പറയും പ്രാർത്ഥിക്കാന്ന് പറയും. ഹലോ, എന്താ പറയും നമ്മള്? ആമേ സ്തോത്രം. വിശക്കുന്നവൻ മുമ്പിൽ വന്ന് ചോദിച്ചാലും പറയും പ്രാർത്ഥിക്കാട്ടോ. ഹലോ, സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാവരും പുതിയ ബാഗ് കൊണ്ടൊന്നും അല്ല സ്കൂളിൽ പോവുക. നമ്മുടെ സഭയ്ക്കകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ ബാഗ് കൊണ്ട് പോകാൻ നേരത്ത് 2-3 കൊല്ലം ഉപയോഗിച്ച ബാഗ് തുന്നിക്കൂട്ടി കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആമേൻ അവരുടെ മുമ്പിൽ ആമേൻ നമ്മൾ അവർക്ക് വേണ്ടി കരം കോർത്ത് പ്രാർത്ഥിക്കാനല്ല ആദ്യം പറയേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് നിന്റെ ക്യാഷ് ഇറക്കണം അവിടെ. ഹലോ, പട്ടിണി കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാനാണോ പറയണ്ടേ? തണുത്തിരിക്കുന്നവരോട് പറയാണ് പ്രാർത്ഥിക്കാം. നോ, കൊടുക്കേണ്ടത് കൊടുത്തിട്ടാ പറയണ്ടേ, അല്ലേ? വിശന്നിരിക്കുന്നവരോട് പറയാ പ്രാർത്ഥിക്കാം. പക്ഷെ ആ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് അവൻ കേൾക്കുവോ? ഹലോ, വിശന്നിരിക്കുന്നവന്റെ വിശപ്പ് മാറിയ അനന്തരം അവനോട് പറയണം പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. തണുപ്പുള്ളവനോട് എന്താ പറയണ്ടേ? പ്രാർത്ഥിക്കാൻ കേട്ടോ. അല്ല, ഒരു കമ്പിളി കൊടുത്തിട്ടാ പറയേണ്ടത് പ്രാർത്ഥിക്കാന്ന്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര പ്രവചിച്ചാലും, എത്ര തുള്ളിച്ചാടിയാലും, സ്തോത്രം ഹല്ലേലൂയ, എത്ര പേർക്ക് ഇത് ദഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പോരാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോരാട്ടം ഉണ്ടാകുക. ശ്രദ്ധ മാറിപ്പോകും. ആമേ സ്തോത്രം. പുറകിൽ നിന്ന് ആരൊക്കെയോ വിളിക്കുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടാകും. ആമേ പെട്ടെന്ന് ആമേ സ്തോത്രം അടുക്കളയിൽ വെച്ച മീൻകറിയുടെ അപ്പളാ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ മകനെ നാളെ പഠിപ്പിക്കാനുള്ള കാര്യം അത് അപ്പളാ ഓർമ്മ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിന്റെ കയ്യിൽ കാശ് ദൈവം തന്നിരിക്കെ ആമേ സ്തോത്രം അനാഥനെയും വിധവമാരെയും നീ വെറുതെ വിടുന്നെങ്കിൽ ഈ വരം നിനക്കില്ലെന്ന അർത്ഥം. ഏതാ? സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം. അത് ഞാനിപ്പോ പറയുന്നില്ല, ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക ആ ഭാഗം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വാക്തത്വത്തിൽ ഏറ്റവും മുമ്പിലെ വാക്തത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഈ 3 വാക്തത്വങ്ങൾ മുൻനിർത്തിയാണ് ദൈവം നമ്മോട് സംസാരിപ്പാനിടയായിത്തീരുന്നത്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇന്നത്തെ പ്രവചന ശബ്ദങ്ങളെല്ലാം ഭൗതികതയെ തൊട്ടാകുന്ന സന്ദർഭത്തിൽ ആമേ കൂടിവരവിന് പോകാൻ പലരും മടിക്കുന്ന കാര്യം, ഇന്ന് ദൂതുകളെല്ലാം എന്താ? മടങ്ങി വരാനുള്ള ദൂതുകളാ, ക്രമീകരണം പ്രാപിക്കാനുള്ള ദൂതുകളാ. ഇത് കേട്ട് മടങ്ങി വരാൻ ഒരു സാധ്യതയുമില്ല, അല്ലെങ്കിൽ മടങ്ങി വരാൻ ഒരു ആഗ്രഹമില്ല. പക്ഷേ ആമേൻ കേൾക്കേണ്ടുന്ന ദൂത് നീ കേട്ട് അത് നീ തള്ളിക്കളയുക. പക്ഷെ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൂത് ഏതാണെന്നറിയാവോ? ഈ ഭൗതികതയെ തൊട്ടുള്ള വാക്തത്വത്തെ കുറിച്ചാണെങ്കിൽ ഒരു മർമ്മം ഇന്ന് രാത്രി തിരിച്ചറിയണം. ഇനി ആരും ഇത് പ്രസംഗിച്ച് കേട്ടില്ലെങ്കിലും ഇനി നാളെ കേട്ടാലും നിന്റെ
ചെവിയിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ മാറിപ്പോകരുത്. ഏറ്റവും വലിയ വാഗ്ദത്തം എന്നുള്ളത് ഭൗതികത കലരാത്ത വാഗ്ദത്തമാണ്. അതൊന്നാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചവർ അടുത്ത വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കർത്താവിന്റെ രണ്ടാം വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത്. അവന് മാത്രമുള്ള അടുത്ത വാഗ്ദത്തമാണ് സ്തോത്രം നിത്യത എന്നുള്ള വാഗ്ദത്തം. സ്തോത്രം. അപ്പോ വാഗ്ദത്തമുള്ളവർക്ക് പ്രതിസന്ധി കൂടുതലാണ്, വാഗ്ദത്തമുള്ളവർക്ക് പ്രതികൂലങ്ങൾ കൂടുതലാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിലുള്ള ഒരു ദേശത്തെ വാഗ്ദത്ത കനാൻ എന്ന് പറഞ്ഞ ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് അയക്കുന്ന സന്ദർഭത്തിൽ ആ വാഗ്ദത്ത കനാൻ പ്രാപിക്കാതിരിക്കാൻ ഒത്തിരി പ്രതിസന്ധികൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ ഈ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട രണ്ട് പേരാണ് വാഗ്ദത്ത കനാനിലെത്തിയത്. ഞാൻ എപ്പോഴും എൻ്റെ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും വലിയ ഒരു ഭയത്തോടെയാണ് ഞാൻ കാണുന്നത്. ഈ ലോകത്തിൽ ജാതികൾ തിങ്ങിപ്പാർക്കുന്ന കനാൻ ദേശത്ത്, അല്ലെ, ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വാഗ്ദത്ത കനാനിൽ എത്തിയതിനു ശേഷം കനാന്യരോട് ആരാണ് ആദ്യം യുദ്ധത്തിന് പുറപ്പെടേണ്ടത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അല്ലെ. യഹൂദ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഈ കനാൻ ദേശത്തെ അവകാശമാക്കാൻ പുറപ്പെട്ട ജനത്തിന് അത് കഴിഞ്ഞില്ലെങ്കിൽ, ഒന്നോടെ ഈ ലോകത്ത് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു കനാൻ നാടിനെ അവകാശമാക്കാൻ പുറപ്പെട്ട ജനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ, നിത്യത എന്നുള്ള അതിപരിശുദ്ധമായ അതിപാവനമായ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ അത് വിവരിച്ചു വെച്ചിരിക്കുന്നത് സ്തോത്രം നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാ. സ്തോത്രം. നമ്മള് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്ക് വേണ്ടി കർത്താവ് പണിത കൊട്ടാരം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് നമ്മുടെ കണ്ണിന് മാത്രമല്ല നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഒന്നും ഒതുങ്ങാത്ത നിലയിലുള്ള ഇത്രയും പാവനമായ ഇടത്തേക്ക് സ്തോത്രം ശ്രമിച്ചാലാണ് നമുക്ക് പോകാൻ കഴിയുക. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാലാണ് നമുക്ക് പോകാൻ കഴിയുക. മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനം പലപ്പോഴും തകർന്നു പോയ സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ അങ്ങനെ പറയുന്നത്. സ്തോത്രം. അവർ മോഹിച്ചതുപോലെ നിങ്ങൾ മോഹിക്കരുത്. അവർ ദുർമോഹികളായി തീർന്നു. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത്. അവരെല്ലാം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അവരെല്ലാം ചെങ്കടൽ കടന്നു. അവരെല്ലാം മന്ന ഭക്ഷിച്ചു. അവരെല്ലാം വെള്ളം കുടിച്ചു. ഇതെല്ലാം ശരിയാണ്. പക്ഷെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് പറയുമ്പോൾ ഇറങ്ങിയ ലക്ഷക്കണക്കിന് ആളുകളിൽ 2 പേരാണ് ഈ വാഗ്ദത്ത കനാനിൽ എത്തപ്പെട്ടത്. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത കനാനിൽ എത്തിയ യോശുവയെയും കാലേബിനെയും അവരുടെ ജീവിതത്തെ ഒന്ന് മാതൃകയാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, പുതിയ നിയമത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവരെ മാതൃകയാക്കാൻ കഴിഞ്ഞാൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. അപ്പോൾ വാഗ്ദത്തമുള്ളവന്റെ ജീവിതത്തിൽ എന്തുണ്ടെന്നറിയാവോ? പ്രതിസന്ധികൾ വലുതാണ്. പ്രതിസന്ധികൾ വലുതാകുമ്പോൾ തന്നെ ആ പ്രതിസന്ധിയുടെ നടുവിൽ അവന് ദൈവ ശബ്ദം, ഇതൊക്കെ എനിക്ക് വിവരിക്കാനുള്ളതാണ്. പക്ഷേ ഞാനത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ഇതൊക്കെ വിവരിക്കാനുള്ളതാണ്. എൻ്റെ തൊണ്ടയ്ക്കും അല്പമായ അസ്വസ്ഥതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ 5-6 മിനിറ്റിനുള്ളിൽ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. സ്തോത്രം. വാഗ്ദത്തം പ്രാപിച്ച ജനത്തിന്റെ പ്രത്യേകത 1, പ്രതിസന്ധികൾ വലുതാണ്. 2, ആ പ്രശ്നത്തിന്റെ നടുവിൽ അവൻ ദൈവ ശബ്ദം കേൾക്കും. 3, അവന് ദൈവത്തിന്റെ സംരക്ഷണ ഉണ്ടാകും. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. ഞാനും
നിങ്ങളും ഈ വാഗ്ദത്തം പ്രാപിച്ചവരാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഇന്ന് രാത്രി നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. ഇതുവരെ നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ഉപകാരമായി വന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്ന് രാത്രിയിൽ കേട്ട വചനം ഇന്നലകളിൽ കേട്ടതും കൂടി ചേർത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് സ്തോത്രം നിങ്ങളൊന്ന് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തം, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. വാഗ്ദത്തമുള്ള ഇസ്രായേൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കിടക്കുകയാണ്. അവരുടെ നിലവിളി വലുതായിരുന്നു, അവർ അനുഭവിച്ച പ്രതിസന്ധികൾ വലുതായിരുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 3:1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കി വരുമ്പോൾ മോശ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച ഇങ്ങനെയാണ്: മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തുപോകുന്നില്ല. കണ്ടില്ലേ? മോശയോട് ദൈവം പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഇതുപോലൊരു കൂട്ടത്തെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. നിങ്ങളോട് വായിച്ചാൽ അത് കിട്ടത്തില്ല, പക്ഷേ ഒന്ന് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര കത്തിയിട്ടും ഈ മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് മോശയോട് ദൈവം സംസാരിക്കുകയാണ്. ഇങ്ങനൊരു കൂട്ടം ജനം എവിടെയുണ്ട്? മിസ്രയീമിലുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന അനുഗ്രഹീതരായ ദൈവജനമേ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, എത്ര കത്തിയിട്ടും നീ വെന്തുപോകാത്തത് എന്തേ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം വചനത്തിലൂടെയുള്ളൂ: നിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. നിനക്ക് മിസ്രയീമിൽ നിന്നൊരു പുറപ്പാടുണ്ട്. നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ദിനം അടുത്തിരിക്കുകയാണ്. പ്രശ്നം വർദ്ധിക്കുമ്പോൾ, പീഡ വർദ്ധിക്കുമ്പോൾ മിസ്രയീമ്യരുടെ പിടി നിന്നിൽ നിന്ന് വിടുകയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. ഒന്നാമത്തെ കാര്യം അങ്ങനെയാ. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാ: റോമിലേക്കുള്ള യാത്രയിൽ 276 പേര് യാത്ര ചെയ്യുകയാണ്. കപ്പൽ തകർന്നു പോയെന്ന വചനം പറയുന്നത്. സൂര്യചന്ദ്രനെ കാണാതെ 14 ദിവസം അവർ യാത്ര ചെയ്യും. അവരുടെ ആശയെല്ലാം അറ്റുപോയ സന്ദർഭത്തിൽ അകത്ത് 276 പേരിൽ ഒരുത്തൻ വാഗ്ദത്തം പ്രാപിച്ചിരുന്നു. ആ വാഗ്ദത്തം എന്തെന്നറിയാമോ? നീ യെരൂശലേമിൽ എന്റെ നാമത്തെ ഉയർത്തിയതുപോലെ റോമിലും എന്റെ നാമത്തെ ഉയർത്തും. ഇന്ന് രാത്രികാലം വാഗ്ദത്തം ശേഷിക്കുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, സ്തോത്രം, അനവധി കഷ്ടങ്ങൾ വരുമ്പോൾ അതിന്റെ നടുവിൽ നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ ശബ്ദം കേൾപ്പിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്. വാഗ്ദത്തം പ്രാപിച്ച നിന്നെ ദൈവം ഒരു അത്ഭുതമാക്കും. എങ്ങനാ? നീല നദിക്കകത്തേക്ക് മോശയെ അവർ വലിച്ചെറിഞ്ഞപ്പോഴും സ്തോത്രം, നീല നദിക്ക് അവനെ മുക്കാൻ കഴിയാതിരുന്നത് എന്തെന്നറിയാമോ? വാഗ്ദത്തം ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം നിന്റെ മേലുള്ള വാഗ്ദത്തം അത് ദൈവത്തിന് നിവർത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ തലമുറകളുടെ മേലുള്ള വാഗ്ദത്തം, അതിന്റെ നിലയിൽ നിവർത്തിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ സ്തോത്രം, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഒത്തിരി കുഞ്ഞുങ്ങളെ നീലനദിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും മോശക്കുഞ്ഞ് സംരക്ഷിക്കപ്പെടാൻ കാരണം വാഗ്ദത്തം ശേഷിക്കുന്നു എന്നുള്ളതാണ്. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു കാര്യമോട് അതിനോട് ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ സാധാരണ ഒരു മെസ്സേജ് എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ അതിന്റെ പകുതി വെച്ച് അങ്ങ് ഡൈവേർട്ടായി മറ്റ് ഇതും ആത്മാവിന്റെ ഒരു നിയോഗമുണ്ട്. സത്യം പറഞ്ഞ കുറെ കാലത്തിന് ശേഷമാണ് ഒരു മെസ്സേജ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവാത്മാവ് വേറെ നിലകളിൽ കൊണ്ടുപോകാറാണ് പതിവ്. അവസാനം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഭൂതഗ്രസ്തനായ മനുഷ്യനെ കുറിച്ച് കാണുന്നത് അവൻ ആരാകുന്നു? ലെഗിയോൻ. അല്ലെ? ലെഗിയോൻ. രാത്രി പേടിയുണ്ടോ? ലെഗിയോൻ. ഇപ്പൊ കറണ്ട് പോകാതിരുന്നാ മതി അല്ലേ? സ്തോത്രം. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ 2000 മുതൽ 6000 വരെയുള്ള ഒരു ബറ്റാലിയൻ എന്ന് പറയുന്ന പേരാണ് ലെഗിയോൻ. ഹലോ, 2000 മുതൽ 6000 വരെയുള്ള ഒരു ബറ്റാലിയന് പറയുന്ന പേരാണ് ലെഗിയോൻ. അപ്പോ ഞാനൊരു കാര്യം പറയാം. ഇനി 2000 വന്നിരിക്കട്ടെ, ഈ 2000 എണ്ണം ഒരുവനിൽ ഇത്രയും കാലം ഇവനിൽ കയറിക്കൂടിയപ്പോഴും അവനെ നശിപ്പിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് എപ്പോഴാണ് മനസ്സിലാകുന്നറിയാവോ? യേശു കർത്താവ് ഗദരദേശത്ത് വന്നിട്ട് സ്തോത്രം, അവൻ സ്വതന്ത്രമായി
സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമുണ്ട്. അവനിൽ നിന്ന് ആ ദുരാത്മാക്കളെ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത്? പന്നികളുടെ മേലേക്ക്, അല്ലേ? അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ഏകദേശം 2000-ഓളം പന്നികൾ എന്ത് ചെയ്തു? ഈ ദുരാത്മാവ് കയറി വെള്ളത്തിനകത്ത് ഇറങ്ങി വീർപ്പ് മുട്ടി എന്ത് ചെയ്തു? ചത്തുപോയി. അപ്പൊ 2000 എണ്ണമാണെങ്കിൽ ഈ 2000 എണ്ണം ഒന്നിച്ച് ഒരാളുടെ മേല ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഒരെണ്ണം ഒരു പന്നിയുടെ ദേഹത്ത് കയറിയപ്പോ ആ പന്നി എന്ത് ചെയ്തു? ചത്തു. അപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ഈ 2000 എണ്ണം ഇരുന്നിട്ടും ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ മരിക്കാതിരിക്കാൻ കാര്യം എന്താണെന്നറിയാവോ? ആമേൻ. ഒടുവിൽ ഇങ്ങനെ വായിക്കുന്നത്, വചനം ഇങ്ങനെ പറയുന്നു, ദെക്കപ്പൊലി നാട്ടിൽ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവൻ വിളിച്ചു പറയുകയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ദൈവം അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ദെക്കപ്പൊലി നാട്ടിലെ ഒരു സുവിശേഷകനായിട്ടാ. പക്ഷേ ആമേൻ, അത് അങ്ങനെ ആകാതിരിക്കാൻ അവനെ ഒരുമിച്ച് ചേർത്ത് അവനെ ഒതുക്കിക്കളയാൻ ശത്രു ശ്രമിച്ചപ്പോഴും അവൻ ഒരു അത്ഭുതമായി നിലകൊണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കത്തിയിട്ട് നീ വെന്തു പോകാത്തതിന്റെ കാര്യം എന്താണെന്നറിയാവോ? നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഇന്ന് രാത്രികാല കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രികാലം കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ